Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Ready ആയോ? Yes, ma'am. Yes, ma'am. റെഡി ആയോ എന്ന് ചോദിക്കാൻ കാരണം ഞാനല്ലല്ലോ ഒന്നും നിങ്ങളുടെ ക്ലാസ്സിലെ ആള് അല്ലേ? എന്നെ കണ്ടപ്പോ ഇനി ഓടിപ്പോയി ബുക്കൊക്കെ എടുത്തോണ്ട് വരാം, അല്ലെങ്കിൽ നമ്മുടെ നോട്ട് എടുത്ത് കൈ പിടിച്ചോട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, കിട്ടുന്ന സമയത്തില് നമുക്ക് എടുത്ത് തീർക്കാലോ എന്ന് വിചാരിച്ചിട്ടാ. ഓക്കെ, നമ്മൾ മെഡിക്കൽ ടെർമിനോളജി ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. എവിടെ വരെ എടുത്തു വല്ല ഓർമ്മയുണ്ടോ? കോമൺ റൂട്ട് വേർഡ്സിൽ 52 റേഡിയസ് വരെ. കോമൺ റൂട്ട് വേർഡ്സില് നമ്മള് 52ാമത്തെ വരെ പറഞ്ഞു തീർത്തു. അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് റേഡിയസ് വരെയാണ് നമ്മൾ പറഞ്ഞു തീർത്തത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ മാർക്ക് ചെയ്തു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാർക്ക് ചെയ്തത് നന്നായിട്ട് പഠിക്കുക. അതിന്റെ മീനിങ് ഒക്കെ, അതായത് എളുപ്പം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്നൊക്കെ അങ്ങനത്തെ വേർഡുകൾ, അതായത് പ്രിഫിക്സ്, സഫിക്സ്, റൂട്ട് വേർഡ് ഒക്കെ ഒന്ന് എഴുതി ബുക്കിൽ വെച്ചിട്ട് അത് മാത്രമായിട്ട് ഇങ്ങനെ എടുത്ത് ഒന്ന് മീനിങ് ഒക്കെ പഠിച്ചു വെക്കുക. അങ്ങനെ ആവുമ്പോ കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നുന്നത്. കാരണം അത് മാത്രം അതിൽ നിന്ന് എടുക്കുമ്പോ മാത്രമല്ല, അതൊക്കെ കുറെ നമ്മൾ യൂസേജില് നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ ചിലപ്പോ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ആ വേർഡുമായിട്ട് ഭയങ്കര എന്താ പറയാ ഫെമിലിയാരിറ്റി ഉള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനത്തെയൊക്കെയാണ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉപയോഗിക്കുന്ന ടേംസ് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയൊക്കെ വെച്ച് നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടാ. അല്ലാതെ നമ്മൾ മുഴുവനായിട്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അത് മുഴുവനും പഠിക്കേണ്ട, ഇത്രയും വരെ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞേക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി റൂട്ട് വേർഡ്സ് നോക്കാം. ഓക്കെ, റൂട്ട് വേർഡ്സിലെ നെക്സ്റ്റ് വൺ റെൻ ആണ്. റെനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കിഡ്നി റീപ്ലേസ്മെന്റ് തെറാപ്പി, കിഡ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആണ് നമുക്ക് റിനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പഠിച്ചപ്പോ. അപ്പൊ REN എന്ന് പറയുന്ന റൂട്ട് വേർഡ് ഈസ് മെന്റ് ഫോർ കിഡ്നി. കിഡ്നി എന്നത് അർത്ഥമാക്കാനാണ് REN ഉപയോഗിക്കുക. ഓക്കെ, റെറ്റിന കണ്ണ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അവയവമാണെന്ന് അറിയില്ലാത്തവരാരുണ്ടാവില്ല. ബിക്കോസ് നമ്മൾ ഇതൊക്കെ കണ്ണിന്റെ സ്ട്രക്ചർ ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ട്, വരച്ചു പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നർ നെർവ് ദാറ്റ് കണ്ടെയ്ൻസ് ലെയർ ഓഫ് ദ ഐ, നമ്മുടെ എന്താ പറയാ കണ്ണിന്റെ ഒരു ലെയർ ആണ്, അതിന്റെ ഒരു ഇന്നർ നെർവ് ആണ്. അത് സൂചിപ്പിക്കാൻ റെറ്റിന എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് ഉപയോഗിക്കുക. റെറ്റിന, RETIN. അടുത്തത് സാൻഗോസ്, SANGU, ഒരു /N ഉണ്ട്. ബ്ലഡ് എന്ന് അതിന് അർത്ഥമുണ്ട് കേട്ടോ. ബ്ലഡ് എന്നാണ് സാൻഗു. സെബം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫാറ്റി സെക്രീഷൻ ഓഫ് ദ സെബാഷ്യസ് ഗ്ലാൻഡ്, അതായത് ഗ്ലാൻഡുകളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു കട്ടിയായ ഒരു ദ്രവമാണ്, ഒരു കട്ടിയുള്ള ഒരു ദ്രവം. സെബം എന്നാണ് അതിനെ നമ്മൾ വിളിക്കുക. സെബം എന്ന് പറയുന്നത് അതാണ് അതിന്റെ മീനിങ്. സെക്ട് എന്ന് പറഞ്ഞാൽ കട്ട്, അതായത് മുറിക്കുക, ഭാഗിക്കുക എന്നൊക്കെ അർത്ഥമുള്ള വേർഡാണ്, റൂട്ട് വേർഡാണ് സെക്ട് എന്ന് പറയുന്നത്. Sepsis, the presence of microorganisms or their toxins in the blood, also the toxic condition caused by such presence. അതായത് നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ബ്ലഡിൽ ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ചില ദോഷകരമായ ബ്ലഡിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയാസോ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ പെടുമ്പോൾ അതിനുണ്ടാകുന്ന ആ ഒരു ടോക്സിസിറ്റി, ആ ഒരു അവസ്ഥ, അതിന്റെ ആ ഒരു പ്രസൻസ്, അതിന് നമ്മള് SEPSIS എന്ന് പറയുന്ന വേർഡ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്ന. അതിന്റെ മീനിങ് അതാണ്. സെപ്സിസ്, ദ പ്രസൻസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഓർ ദെയർ ടോക്സിൻസ്. മൈക്രോ ഓർഗാനിസംസോ അല്ലെങ്കിൽ അതിന്റെ ഫലമായി ഉണ്ടാകുന്ന വിഷകരമായ അവസ്ഥയോ ബ്ലഡിൽ ഉണ്ടാകുന്നതാണ് സെപ്സിസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് കൊണ്ട് ഉപയോഗിക്കുക. സെപ്റ്റ്, വാൾ, ഡിവൈഡർ എന്നൊക്കെയാണ് പറയാ. വാൾ, SEPT, സെപ്റ്റ് എന്ന് പറയുന്നതിനെ മീൻ ചെയ്യാനായിട്ട് വാൾ, ഡിവൈഡർ, അതായത് ഇന്നതുമായിട്ട് വേർതിരിക്കുന്ന, അല്ലെ? ഒരു വാൾ അവിടെ നിർമ്മിച്ച അതിന്റെ അർത്ഥം എന്താ? ഒരു പാർട്ടിനെയും മറ്റൊരു പാർട്ടിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാൾ നിർമ്മിക്കുക, ഡിവൈഡർ, അല്ലെ? അപ്പൊ അതുകൊണ്ട് SEPT എന്ന് പറയുന്ന റൂട്ട് വേർഡ് വാൾ, ഡിവൈഡർ എന്നൊക്കെയാണ് അതിന്റെ മീനിങ്.
സെറം എന്താ? ക്ലിയർ പോർഷൻ ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്സ് ഇൻക്ലൂഡിംഗ് ബ്ലഡ്. ബ്ലഡ് ഉൾപ്പെടെയുള്ള വളരെ എന്താ പറയുക ക്ലിയർ ആയിട്ടുള്ള വളരെ വ്യക്തമായ തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡുകളെ റെപ്രസെന്റ് ചെയ്യാനാണ് സെറം എന്ന് പറയുന്ന റൂട്ട് വേർഡ് ഉപയോഗിക്കുക. SERUM, the clear portion of the body fluids including blood. ബ്ലഡ് ഉൾപ്പെടെയുള്ള ബോഡി ഫ്ലൂയിഡ്സ് പക്ഷെ ക്ലിയർ ആണ്. മറ്റേതെന്താ ഒരു ഫാറ്റി ഒരു സെക്രേഷൻ ആണ്. ഏത്? സെബം എന്ന് പറയുന്നത് അതൊരു കട്ടിയായതാണ്. അപ്പൊ അത് ക്ലിയർ ആയിരിക്കില്ല, അതിനകത്ത് മിക്സർ ആയിട്ട് പോലെ ആയിരിക്കും. ഓക്കെ. സൈനസ് SINUS, ക്യാവിറ്റി, ചാനൽ, ഹോളോ സ്പേസ്, പൊള്ളയായ സ്പേസ്, ക്യാവിറ്റി എന്നൊക്കെയാണ് SINUS, സൈനസ് എന്ന് പറയുന്ന വേർഡിന്റെ റൂട്ട് വേർഡിന്റെ മീനിങ്. അടുത്തത് SOM, SOM/A, ബോഡി എന്നാണ് അതിന്റെ മീനിങ് വരെ. SOM, SOM ബോഡി ആണ്. STIR എന്താണ്? കോയിൽ. കോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ചുറ്റിയിരിക്കുന്നതിനെയാണ് നമ്മൾ കോയിൽ എന്ന് വിളിക്കുക അല്ലെ. കോയിൽഡ് എന്ന് പറയുന്നതും അതിന്റെ ഒരു വെർബായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കോയിൽഡ്, ദ സ്നേക്ക് കോയിൽഡ് ഓൺ മൈ ലെഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ചുറ്റുക എന്നാണ്. അപ്പൊ ചുറ്റിയിരിക്കുന്ന ഒരു വസ്തു, അതാണ് കോയിൽ. അത് ഉദ്ദേശിക്കുന്നത് STIR. അടുത്ത സ്റ്റാക്സിസ്, STASIS ആണ്. സ്ലോയിങ് ഓർ സ്റ്റോപ്പിംഗ് ഓഫ് ദി നോർമൽ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് സച്ച് ആസ് ബ്ലഡ്. ബ്ലഡും അതുപോലെ തന്നെ മറ്റു ഫ്ലൂയിഡുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ ഒരു പ്രൊസീജിയർ, ആ ഒരു ഫ്ലോയിനെ സ്ലോ ഡൗൺ ചെയ്യാനുള്ള ഒരു പ്രോസസ്, ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? STASIS എന്ന് പറയുന്ന സ്റ്റാസിസ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിക്കുക. സ്റ്റോപ്പിംഗ് ഓർ സ്ലോയിങ് ഡൗൺ ഓഫ് നോർമൽ ഓർ ബോഡി ബ്ലഡ്. അതൊക്കെ ബ്ലഡും അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫ്ലൂയിഡ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പതുക്കെയാക്കാൻ വേണ്ടി, സ്ലോ ഡൗൺ ചെയ്യാൻ. ബ്ലഡ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുമ്പോ അത് എന്താ പറയാ ഒരു പൊസിഷനിലെത്തുമ്പോ അതൊരു കട്ട പിടിക്കണം അല്ലെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഓവർഫ്ലോ വരും. ബോഡിയിൽ നിന്ന് ഒരുപാട് ബ്ലഡ് ഒക്കെ നമുക്ക് പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് മറ്റേതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡേഞ്ചറസ് സിറ്റുവേഷൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ പുറത്തേക്ക് വരുന്ന ഫ്ലോയിനെ കുറയ്ക്കുക, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. സ്റ്റേച്ചർ, ഹൈറ്റ് എന്നാണ്. STATURE, ഹൈറ്റ് എന്നാണ് അതിന്റെ മീനിങ്. സ്റ്റേച്ചർ ഹൈറ്റ് ആണ്. അടുത്തത് എന്താ? സ്റ്റേൺ, ബ്രസ്റ്റ് ബോൺ ആണ്. ബ്രസ്റ്റ് ബോണിന്റെ മറ്റൊരു ഭാഗത്താണ് സ്റ്റെർണൺ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റെർണൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ STERN/O, ബ്രസ്റ്റ് ബോണിനെ സൂചിപ്പിക്കുന്ന വേർഡ് ആണ്. സ്റ്റോമ, സ്റ്റോമ എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ? എനി ടൈനി ഓപ്പണിംഗ് ഓൺ ദ സർഫസ് ഓഫ് ദ ബോഡി ലൈക്ക് പോർ. നമ്മുടെ ശരീരത്തിന്റെ മുകളില് നമ്മുടെ സ്കിന്നിന്റെ ഒക്കെ പുറത്ത് ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല. ആ ഓപ്പണിങ്ങിലൂടെയൊക്കെ എന്താ പറയാ സ്വെറ്റ്, അതുപോലെ അത് പോർസ് ആണ്, കുഞ്ഞു കുഞ്ഞു സുഷിരകളാണ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ യൂറിൻ അതുപോലെ ഫേസസ് ഒക്കെ പുറത്തേക്ക് പോകാൻ പറ്റും. എന്തിനേയും നമുക്ക് അങ്ങനെ ഒരു ഓപ്പണിങ്ങിനെയാണ് സ്റ്റോമ എന്ന് പറയുന്നത്. ഒരു ടൈനി ഓപ്പണിങ്ങിനെയാണ് സ്റ്റോമ എന്ന് പറയുന്ന ഒരു വേർഡ് കൊണ്ട് ഉപയോഗിക്കുന്നത്. ടൈനി ഓപ്പണിംഗ് ഓൺ ദ സർഫസ് ഓഫ് ദ ബോഡി, ബോഡിക്ക് പുറത്തുള്ള ഒരു ചെറിയ ഓപ്പണിങ്. ഓക്കെ. ടാക്ട്, ടാക്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ടച്ചബിൾ, അതായത് സ്പർശനം, ടച്ച് ചെയ്യാൻ പറ്റുന്നത്. ടച്ച് എന്നാണ് അതിന്റെ മീനിങ്. TACT എന്ന് മാത്രം ഉപയോഗിക്കുമ്പോൾ ടച്ച് എന്നാണ് മീനിങ്, അതായത് തൊടുന്നത്, തൊടുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും വേർഡുകളാണ് നമുക്ക് ഈ ഒരു പേജില് റൂട്ട് വേർഡ്സ് ആയിട്ടുള്ളത്. ആൻഡ് നിങ്ങളൊന്ന് ടിക്ക് ചെയ്യാൻ പറയുന്ന വേർഡുകൾ മാത്രം. ആദ്യത്തെ REN, റെൻ, കിഡ്നി, അത് നമ്മൾ പഠിക്കുന്ന ഭാഗത്തുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു വേർഡ് ഫെമിലിയറും ആണ്. റെറ്റിന, അതും ഒരു ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് ആണ്. വിച്ച് ഈസ് ബിലോങ്ങിങ് ടു ദ ഐ, ഐയുടെ ഒരു ഓർഗനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് റെറ്റിനയും ടിക്ക് ചെയ്യണം. സെറ്റ്, കട്ട്, SECT, സെറ്റ് കട്ടാണ്, അത് വേണം. അടുത്തത് സൈനസ്, SINUS, ക്യാവിറ്റി ഓർ ചാനൽ. Then stoma and pact, stoma, pact, അത് രണ്ടും വേണം. 6 words I think അല്ലെ? 6 വേർഡുകളാണോ നിങ്ങൾ മാർക്ക് ചെയ്തേക്കണെന്ന് നോക്കിയേക്കാം. 6 വേർഡുകളാണോ മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയേക്കാം. ഓക്കെ. Once again, REN, retina, set, sinus, stoma and pact. Okay അല്ലേ? ഓക്കെ. നെക്സ്റ്റ് അടുത്തത് നോക്കാം. അടുത്തത് ടെട്ര, ടെട്ര, TETRA, 4, ക്വാഡർ, ക്വാഡ്രി എന്നൊക്കെ നമ്മള് നേരത്തെ പഠിച്ചിരുന്നു. അത് പ്രിഫിക്സിലും സഫിക്സിലും ഒക്കെ വന്ന വാക്കാണ്. പക്ഷെ TETRA എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെയും മീനിങ് എന്ത് തന്നെയാ? 4 എന്ന് തന്നെയാണ്, 4 എന്നർത്ഥമാണ്. TOM, ടോം, കട്ടെന്നാണ്. TOM കട്ടാണ്. ടോക്സിക്, വിഷാംശമുള്ളത്. പോയിസണസ് എന്നാണ് അതിന്റെ മീനിങ്. ടോക്സിക്, ടോക്സിസിറ്റി എന്നൊക്കെ അതിൽ നിന്നുണ്ടായ വേർഡാണ്.
ട്രിക്ക്, TRICH, ട്രിക്ക്, ഹെയർ എന്നാണ് അതിന്റെ മീനിങ്. TRICH, ഹെയർ. UR, യൂറിൻ അല്ലെ, യൂറിൻ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡിന്റെ ഒരു ഷോർട്ട് ഭാഗമാണ്, റൂട്ട് വേർഡാണ് UR എന്ന് പറയുന്നത്. VARIC, വെരിക്കോസ് വെയിൻ. അത് ആ വേർഡ്, ആ ഒരു റൂട്ട് വേർഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാം. VARI, വെരിക്കോസ് എന്ന് പറയുന്ന ആ ഒരു ഫുൾ മീനിങ് ഉള്ള വേർഡിന്റെ ഒരു കുഞ്ഞു ഷോർട്ട് ഫോം ആണ്. അത് റൂട്ട് വേർഡ് ആണ്. VARIC, വെരിക്കോസ് വെയിൻ എന്നാണ് അർത്ഥം. വെർട്ടിഗോ, ഡിസോർഡേർഡ് sensation in which one's body or the surroundings are seen as moving. അതായത് ഇങ്ങനെ നമ്മളുടെ തന്നെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഡിസോർഡേർഡ് ആയിട്ടുള്ള, അതായത് ക്രമമില്ലാത്ത രീതിയിലുള്ള ഒരു സെൻസേഷൻ ആണ്, ഒരു ചെറിയ ബോഡിക്കകത്ത് ഇങ്ങനെയുള്ള ഒരു എന്തെങ്കിലും മൂവ്മെന്റുകൾ, അതിനെ നമ്മൾ വെർട്ടിഗോ എന്ന് പറയുന്ന മീനിങ് ആണ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ റൂട്ട് വേർഡ് ആണ്. ഡിസോർഡേർഡ് സെൻസേഷൻ ഇൻ വിച്ച് വൺസ് ബോഡി ഓർ ദി സറൗണ്ടിങ്സ് ആർ സീൻ ആസ് മൂവിങ്. ഓക്കെ, അടുത്തത് BISCER, ഇന്റേണൽ ഓർഗൻസിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന റൂട്ട് വേർഡ് ആണ്. ഇന്റേണൽ ഓർഗൻസ്, BISCER ആണ്. അടുത്തത് വിസ്കസ് മീൻസ് സ്റ്റിക്കി, ഒട്ടുന്നത് അല്ലെ, ഇങ്ങനെ നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നത്, അതിനെയാണ് സ്റ്റിക്കി എന്ന് ഉദ്ദേശിക്കുന്നത്. സെൻസ്, SEN, സെൻ എന്ന് പറയുന്നത് ഫോറിൻ മെറ്റീരിയൽ എന്ന് പറയുന്ന പുറത്തുള്ളത് എന്നർത്ഥം. HER, ഡ്രൈ എന്നാണ് ജെർ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ്. ഡ്രൈ, HER എന്നാണ് അതിന്റെ റൂട്ട് വേർഡ്. ഓക്കെ, എഴുതേണ്ടത് ടിക്ക് ചെയ്യേണ്ടത് ടോക്സിക്, then വിസ്കർ, ഇന്റേണൽ ഓർഗൻസ് കേട്ടോ, VISCER, വിസ്കർ. And viscous, vertigo ഉണ്ട് കേട്ടോ, VERTIGO, വെർട്ടിഗോ. അങ്ങനെയൊക്കെ ആ വെർട്ടിഗോ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുമ്പോഴേ ഇങ്ങനെ നമുക്ക് ബ്രെയിനിൽ തന്നെ എന്തൊക്കെയോ ഇങ്ങനെ എന്തെങ്കിലും ഒരു തരം ഫീലിംഗ് ഉണ്ടാകുക, അത് നമ്മളുടെ ബാലൻസിനെയൊക്കെ എഫക്ട് ചെയ്യുന്ന ഒരു തരം കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മള് ബോഡിയിൽ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ചില ഓർഗൻസിൽ ഉണ്ടാകുന്ന മൂവ്മെന്റുകൾ ബ്രെയിനിനെ അഫക്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ബാലൻസ് ക്ലിയർ ആകാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. അതാണ് വെർട്ടിഗോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും വേർഡ്സ് ആണ്. എത്ര മാർക്ക് ചെയ്തു? 4 എണ്ണം അല്ലേ? ഓക്കെ, 4 എണ്ണം, 4 വേർഡ്സ് മാർക്ക് ചെയ്തോ? യെസ്. ഏതൊക്കെയായിരുന്നു? ടോക്സിക്, വെർട്ടിഗോ, വിസ്കർ ആൻഡ് വിസ്കസ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് അബ്രീവിയേഷൻസ് ആണ്. അബ്രീവിയേഷൻസ്, ഷോർട്ട് ഫോമുകൾ, അതിന്റെ എക്സ്പാൻഡഡ് ഫോം. അതിനകത്തൊന്നും നമുക്ക് വലിയ മീനിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയണ്ട. ഏത് വേർഡ് അതിന്റെ അബ്രീവിയേറ്റഡ് ഫോം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ്, തിരിച്ചുമാവാം മറിച്ചുമാവാം. ചിലപ്പോ ചില വേർഡുകൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആകുന്ന രീതിയിലൊക്കെ ഉണ്ടാകും. അതും ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തീരില്ല. എന്തായാലും അബ്രീവിയേഷൻസ് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ അക്ഷരങ്ങൾ നോക്കിയിട്ടൊക്കെ നമുക്ക് അബ്രീവിയേറ്റഡ് ഫോമിൽ നിന്ന് എക്സ്പാൻഡഡ് ഫോം ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പൊ അത്ര ബുദ്ധിമുട്ടില്ല. മീനിങ്ങുകൾ നമ്മൾ പഠിച്ചതുപോലെ സഫിക്സിന്റെയും പ്രിഫിക്സിന്റെയും റൂട്ട് വേർഡിന്റെ ഒക്കെ മീനിങ്സ് പഠിച്ച അത്രയും ബുദ്ധിമുട്ട് നമുക്ക് അബ്രീവിയേഷൻസ് പഠിക്കാനായിട്ട് ഉണ്ടാവില്ല. ബിക്കോസ് നമുക്ക് അതിന്റെ ആ ലെറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എക്സ്പാൻഡഡ് ഫോം ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കാൻ പറ്റും, മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അബ്രീവിയേഷൻസ് പഠിക്കാം. ആദ്യത്തേത് ഓക്കെ, എവിടെയാണ് അബ്രീവിയേഷൻസ് തുടങ്ങുന്നത്? A and P, anatomy and physiology. ഫിസിയോളജി, അനാട്ടമി, A and P ആണ്. A and P ആൻഡ് എഴുതിയിരിക്കുന്നത് അബ്രീവിയേറ്റഡ് ഫോമിൽ ആൻഡ് എങ്ങനെയാ സൂചിപ്പിച്ചേക്കുന്നത് നോക്കാം. A and P, അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്ന എക്സ്പാൻഡഡ് ഫോം അതാണ്. അടുത്തത് A, മറ്റേതിൽ വരുന്നതാ. A എന്നിട്ട് അപ്പുറം ബിഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. A പിന്നെ ഹൈഫൺ, A വീണ്ടും ഹൈഫൺ, ഓഫ് ഈച്ച്. ഇത് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴേ ഓരോന്നിൽ നിന്നും ഇത്രണ്ണം വീതം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യാൻ നേരത്ത് അവർ ഷോർട്ട് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സൂചിപ്പിക്കുന്നതാണ് A ഇട്ടിട്ട് ഒരു ഹൈഫൺ, വീണ്ടും A ഇട്ടിട്ട് ഒരു ഹൈഫൺ, എന്നുവെച്ചാൽ ഓഫ് ഈച്ച്. They are using it for prescription.
ഡോക്ടർമാര് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അവർ ഈച്ച് ഇതിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവസാനം ഉപയോഗിക്കാം. അടുത്തത് ABD സ്മോൾ ലെറ്റേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കണേന്ന് ഓർക്കുക. ABD വലിയ അക്ഷരമല്ല. വലിയ അക്ഷരമാണെങ്കിൽ ABD ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണെങ്കിൽ അതിന് എക്ക് ഒരു ഫുൾ ഫോം, ബിക്ക് ഡിക്ക് അങ്ങനെ ഫുൾ ഫോം ഉണ്ടായിരിക്കും. ഇവിടെ ABD സ്മോൾ ലെറ്റേഴ്സിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അബ്രിവിയേറ്റഡ് ഫോം എന്ന് പറയുന്നതിന്റെ എക്സ്പാൻഷൻ ഫോം അബ്ഡോമൻ, സ്റ്റൊമക് എന്ന അർത്ഥം വരുന്ന അബ്ഡോമൻ. ABD സ്മോൾ ലെറ്റേഴ്സിൽ എഴുതുമ്പോൾ അബ്ഡോമൻ ആണ്. അടുത്തത് ABG ആർട്ടറിയൽ ബ്ലഡ് ഗ്യാസ്. ആർട്ടറിയൽ ബ്ലഡ് ഗ്യാസ്. A എന്ന് പറയുന്നത് ആർട്ടറിയൽ, ബ്ലഡിനാണ് B, ഗ്യാസിനാണ് G. ABG ഒക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഉപയോഗിച്ചാൽ നോക്കിയേ. അപ്പൊ അങ്ങനെയാണ് മൂന്ന് വേർഡ് ആയിരിക്കും. AC കണ്ടോ, സ്മോൾ ലെറ്റേഴ്സ് ആണ്. അതിന്റെ മീനിങ് ഇതാണ്. അത് നമ്മൾ വിചാരിക്കും അബ്രിവിയേറ്റഡ് ഫോമിലാണ് എഴുതിയേക്കണേ, പക്ഷെ അതിന്റെ എക്സ്പാൻഡഡ് ഫോമിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു മാച്ചുമില്ല. AC നമ്മൾ AC എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. AC നമുക്കറിയാം എയർ കണ്ടീഷൻ എന്നുള്ളതിന് വേണ്ടിയിട്ട് എയുടെ കൂടെ ഒരു സ്ലാഷ് ഇട്ടിട്ട് C ഒക്കെ ഉപയോഗിക്കും. എക്സൗണ്ടിനും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ വ്യത്യാസമായിട്ട് വെറുതെ എയും സിയും മാത്രമേ എഴുതിയുള്ളൂ. ബിഫോർ മീൽസ് എന്നാണ് അതിന്റെ അർത്ഥം വരിക കേട്ടോ. അതിന്റെ എക്സ്പാൻഡഡ് ഫോം അല്ല അതിന്റെ മീനിങ് ആയിട്ട് വരിക. ACLS അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. A for advanced, C for cardiac, L for life and S for support. കണ്ട വലിയ അക്ഷരങ്ങളാണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ട് അതിന് ഓരോ ലെറ്റേഴ്സിനും എക്സ്പാൻഡഡ് ഫോം വേർഡ് ആയിട്ടുണ്ടായിരിക്കും. അടുത്ത AD ആഡ് ലിബ് ആസ് മച്ച് ആസ് ഡിസയേർഡ്. കണ്ടല്ലോ, അത് സ്മോൾ ലെറ്റേഴ്സിൽ ഉപയോഗിച്ചേക്കണേ. എന്ന് വെച്ചാൽ അതിന്റെ ഒരു മീനിങ് ആയിട്ടാണ് കൊടുത്തേക്കണേ. അവർക്ക് ഈ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർമാർക്ക് ഇങ്ങനെ വലിച്ചു നീട്ടിയൊക്കെ എഴുതുമ്പോൾ ഒരുപാട് സമയമൊക്കെ പോകും. അപ്പൊ അതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആസ് മച്ച് ആസ് ഡിസയേർഡ് എന്ന് പറയുന്നതിന് ഇതിന് പകരം അവർക്ക് ആ പ്രിസ്ക്രിപ്ഷനിൽ ആഡ് LIB ആഡ് ലിബ് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ കാര്യം മനസ്സിലാക്കാൻ ഹോസ്പിറ്റലിനകത്തുള്ള അവിടുത്തെ സ്റ്റാഫ്സിനെ എംപ്ലോയീസിനൊക്കെ സാധിക്കും എന്നാണ്. അല്ലാണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതുന്നതല്ല കേട്ടോ. അപ്പൊ നോക്കാം ഏതൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത് നോക്കാം. ABG മാർക്ക് ചെയ്യണം, ACLS മാർക്ക് ചെയ്യണം. എന്താ മാർക്ക് ചെയ്താൽ മതി. ABG ആർട്ടറിയൽ ബ്ലഡ് ഗ്യാസും അതുപോലെ ACLS അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ടും മാർക്ക് ചെയ്തോ. ഓക്കെ, നെക്സ്റ്റ് അബ്രിവിയേഷൻ നോക്കാം. ADL. ADL ആണ് ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിംഗ് ആണ്. ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിംഗ് ഓരോ അക്ഷരത്തിനും എന്താ പറയാ വേർഡ് ഉണ്ട്. ആക്ടിവിറ്റി ഓഫ് ഡെയിലി എന്നുള്ളതിനാണ് D, ലിവിംഗിനുള്ളതാണ് L. ADL ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിംഗ്. AED ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫൈബ്രിലേറ്റർ എന്ന് പറയുന്ന വേർഡുകളാണ് ഓരോന്നിനും സൂചിപ്പിക്കുന്നത്. ഓട്ടോമേറ്റഡ് E external and D defibrillator എന്ന് പറയുന്ന വേർഡാണ്. അപ്പൊ AEDയുടെ ഷോർട്ട് എക്സ്പാൻഡഡ് ഫോം ആണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. AF എന്താണ് ആട്രിയൽ ഫൈബ്രിലേഷൻ എന്ന് പറയുന്ന വേർഡാണ്. ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സിലൊക്കെ ഉപയോഗിച്ചിരുന്നതൊക്കെ രണ്ട് വേർഡുകൾ ഉണ്ടായിരിക്കും. ഓരോ ലെറ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേർഡ് ഉണ്ടായിരിക്കും. ഓക്കെ, AF ആട്രിയൽ ഫൈബ്രിലേഷൻ എന്ന് പറയുന്നതാണ് AF. AIDS AIDS കേട്ടിട്ടുണ്ടാവും. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ്. എയ്ഡ്സിന്റെ ഫുൾ ഫോം അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ്. A എന്ന് പറയുന്നു Iയും Dയും Sഉം സൂചിപ്പിക്കാൻ ഓരോ വേർഡുകൾ എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് AK above the knee മുട്ടിന് മുകളിൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ AK കണ്ടോ, above the knee എന്നാണ്. AKA എന്ന് പറയുന്നത് above the knee amputation. നീന്റെ കൂടെ ഒരു സാധനം കൂടി ചേർന്ന് ഒരു ലെറ്റർ കൂടി കൂടുതൽ വന്നിട്ട് AKന്റെ കൂടെ ഒരു A കൂടി വന്നപ്പോ above the knee amputation എന്ന് പറയുന്ന എക്സ്പാൻഡഡ് ഫോം ആണ് വരിക. അടുത്തത് A കഴിഞ്ഞിട്ട് ഒരു സ്ലാഷ് ഇട്ടിട്ടാണ് ഒരു ഹൈഫൻ ഇട്ടിട്ടാണ് ലൈൻ കൊടുത്തത്. A ലൈൻ ആർട്ടറിയൽ ലൈൻ എന്നാണ് അതിന്റെ എക്സ്പാൻഡഡ് ഫോം. ആർട്ടറിയൽ ലൈൻ ഓൾറെഡി അവിടെ ഉണ്ട്. A മാത്രം നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ മതി. ആർട്ടറിയൽ. AMA ഇതൊക്കെ നമ്മൾ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്. അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എവിടെ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടെന്ന് പറയാമോ? AMA അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? അതെ, ശരിയാണ്. ഡിസ്ചാർജിന്റെ സമയത്താണ്. ഈ സൗണ്ട് മ്യൂട്ട് ചെയ്യാത്തതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സൗണ്ട് വേരിയേഷനോ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ,
ഓക്കെ, AMA എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നാണ്. അതായത് നമ്മളെ ലാമ, അതായത് ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഉണ്ട്. അതായത് നമുക്കിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ എന്താ പറയാ, അവർക്ക് ഡിസ്ചാർജ് വേണം എന്ന് അങ്ങോട്ട് ആവശ്യപ്പെടും. ഡോക്ടർമാരുടെ ഇഷ്ടത്തിന് മീൻസ് അതായത് രോഗത്തിന്റെ ഗൗരവവും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ കൊടുക്കുന്ന മെഡിസിൻസിന്റെ ഒക്കെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയും അവർ ചെക്കപ്പ് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അനുസരിച്ചിട്ടാണ് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് നടക്കുക. ചില എന്താ പറയാ പേഷ്യൻസ് അങ്ങോട്ടേക്ക് അവരുടെ ഓൺ റിസ്കിൽ ചിലപ്പോൾ ഡിസ്ചാർജ് നേരത്തെ കൂട്ടി ഡിമാൻഡ് ചെയ്യാം. ഉദ്ദേശിക്കുന്നത് സമയത്തിനേക്കാൾ മുമ്പ് ചിലപ്പോൾ ഡിസ്ചാർജ് വാങ്ങിച്ചു പോകണമെന്നിരിക്കും. അതിനാണ് ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു ഭാഗം, എല്ലില്ലാത്തൊരു ഭാഗമാണ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, AMA. AMB ഒറ്റ വെക്കുള്ളൂ. എമ്മിനെയും ബിനെയും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, എക്സ്പാൻഡ് ചെയ്തിട്ടില്ല. ആംബുലേറ്ററി എന്നാണ് AMB. ആംബുലേറ്ററി ആംബുലൻസിലൊക്കെ കൊണ്ടുവരുമ്പോഴോ അല്ലെങ്കിൽ കൊണ്ടുപോകേണ്ടതോ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഷോർട്ട് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നതാണ്. AMI അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അതാണ് അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നാണ്. ചെറിയ രീതിയിലുള്ള ഒരു ഹാർട്ട് അറ്റാക്കിന്റേതായിട്ടുള്ള ഒരു സിംറ്റം. അതാണ് AMI അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം വരിക. നെക്സ്റ്റ് വൺ AMS ഓൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ് ആണ്. ഓൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസിനെ സൂചിപ്പിക്കാൻ അതിന്റെ ഷോർട്ട് ഫോം AMS എന്നാണ് ഉപയോഗിക്കുക. ANT ആന്റീരിയർ. ആന്റീരിയർ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നിടത്ത് ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷന്റെ സമയത്ത് ഉപയോഗിക്കുന്ന ANT എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഷോർട്ട് ഫോം ആണ്. അടുത്തത് AO/4 എന്ന് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ അവർക്ക് പ്രിസ്ക്രിപ്ഷൻ സമയത്തൊക്കെ ഉപയോഗിക്കുന്നതാണ്. അലേർട്ട് ആൻഡ് ഓറിയന്റഡ് ടു പേഴ്സൺ, പ്ലേസ്, ടൈം ആൻഡ് സെൽഫ്. അതായത് ഓരോ പേഷ്യൻസ് ഒക്കെ വരുമ്പോഴും അതിൻ്റെതായ ചില എവിടെ നിന്ന് എന്താണ്, എങ്ങനെയുള്ള ഏത് സമയത്താണ്, എവിടെ നിന്നാണ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് AO/4. അലേർട്ട് ആൻഡ് ഓറിയന്റഡ് ടു പേഴ്സൺ, പ്ലേസ്, ടൈം ആൻഡ് സെൽഫ്. അടുത്ത AP ആണ് ആൻഡ്രോപോസ്റ്റീരിയർ. ഫ്രണ്ട് ഓർ ബാക്ക് ആക്ഷൻ പൊട്ടൻഷ്യൽ ആൻജൈന. നമുക്ക് ആവശ്യമില്ല എന്നൊക്കെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ആന്റീരിയോ പ്രോസ്റ്റീരിയർ എന്ന് പറയുന്ന ഒരു വേർഡിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് AP എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോം അല്ലെങ്കിൽ അതിന്റെ അബ്രീവിയേറ്റഡ് ഫോം ഉപയോഗിക്കുക. ആർട്ടറിയൽ പ്രഷർ, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതായത് ആർട്ടറിയിലുണ്ടാകുന്ന വലിയമായിട്ടുള്ള ഫോഴ്സ്, ആ ഒരു പ്രഷർ, അതിനെ സൂചിപ്പിക്കാനൊക്കെയാണ് ആന്ററോ പോസ്റ്റീരിയർ എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിക്കാം. പ്രിമച്വർ കോംപ്ലക്സ് ആണ്. ആർട്ടറിയൽ പ്രിമച്വർ കോംപ്ലക്സ് എന്നതിനെ സൂചിപ്പിക്കാൻ APC എന്ന് പറയുന്ന ഷോർട്ട് ഫോം ഉപയോഗിക്കുന്നു. AQ അക്വ, അതിന്റെ വാട്ടർ, അതിന്റെ തന്നെ ഷോർട്ട് ഫോം ആയിട്ടാണ് വരിക. ARDS നേരത്തെ കേട്ടിരിക്കുന്ന അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ARDS. നമ്മുടെ എന്താ പറയാ ബ്രീത്തിങ്ങുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴാണ് ARDS എന്നൊക്കെ ഷോർട്ട് ഫോം ഉപയോഗിക്കാം. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. ASA ആസ്പിരിൻ ആണ്. ആസ്പിരിൻ എന്ന് പറയുന്ന അറിയാലോ, ഒരു എന്താ പറയാ ആസിഡ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആസ്പിരിൻ ASA എന്ന് പറയുന്ന ഷോർട്ട് വേർഡ് ആണ് ഉപയോഗിക്കുക. ASAP ഇത് നമ്മൾ സാധാരണ കോമൺ യൂസിൽ ഉപയോഗിക്കുന്നതാണ്. ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്ന വേർഡ്, ആസ് സൂൺ ആസ് പോസിബിൾ ASAP. ASHD എന്താണ്? ആർട്ടീരിയോസ്ക്ലെറോട്ടിക് ഓർ ആത്രോസ്ക്ലെറോട്ടിക് ഹാർട്ട് ഡിസീസ്. ഹാർട്ട് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വേർഡാണ്, ഷോർട്ട് വേർഡാണ് ASHD എന്ന് പറയുന്നത്. അതുപോലെ AV, A ഒരു ഹൈഫ്നറ്റഡ് V, ഇതിൽ ഏത് വേണമെങ്കിലും ആവാം കേട്ടോ. അതാണ് ആട്രോവീനസ് അല്ലെങ്കിൽ ആട്രിയോ വെൻട്രിക്കുലർ എന്നും രണ്ടിനും രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ആട്രിയോ വെൻട്രിക്കുലർ അതുപോലെ തന്നെ ആട്രിയോ വീനസ് എന്ന് പറയുന്നത് രണ്ടും ഷോർട്ട് ആയിട്ട് ഉപയോഗിക്കാനായിട്ട്. ഒന്നാമത്തേത് AV എന്ന് മാത്രമാണെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ ഒരു ഹൈഫ്നറ്റഡ് V ആണെങ്കിൽ രണ്ടാമത്തേത് ആട്രോ വീനസ് എന്ന് പറയുന്നത്. ആട്രിയോ വീനസ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തേത് A-V എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അബ്രീവിയേറ്റഡ് ഫോമില് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് നിൽക്കുക കേട്ടോ. ഒന്നാമത്തേത് AIDS എയ്ഡ്സ്. എയ്ഡ്സ് കോമൺ യൂസേജിൽ വരുന്നതൊക്കെയാണ്, കേട്ടിട്ടുണ്ട് ഒരുപാട്. AMA അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് AMA. അടുത്ത ARDS അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ARDS.
as soon as possible, ASAP, ASAP, as soon as possible. ഓക്കെ, മാർക്ക് ചെയ്തോ? എത്ര മാർക്ക് ചെയ്തു? 4 അല്ലേ? ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടാത്തതാണെന്നല്ല, നിങ്ങൾക്ക് പഠിക്കാനും റെഫർ ചെയ്യാനും ഒക്കെ ആവശ്യമുള്ളതാണ്. അത് നിങ്ങളുടെ സൗകര്യം പോലെയൊക്കെ ഇരുന്ന് പഠിച്ചെടുക്കുക. ഓക്കെ, അടുത്ത അബ്രിവിയേഷൻ നോക്കാം. BBB, ട്രിപ്പിൾ ബി ആണ്. ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്. ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് അതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് BBB എന്ന് പറയുന്നത്. അടുത്തത് BID അല്ലെങ്കിൽ BD എന്ന് വേണമെങ്കിൽ ആകാം. ട്വൈസ് ഡെയിലി, ദിവസത്തിൽ 2 തവണ എന്നൊക്കെ സൂചിപ്പിക്കാൻ പ്രിസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന BID. BKA, ബിലോ ദ നീ ആംപ്യൂട്ടേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു എബവ് ദ AKA പറഞ്ഞു അല്ലെ, എബവ് ദ നീ അല്ലെങ്കിൽ എബവ് ദ നീ ആംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ BKA ആണെങ്കിൽ ബിലോ ദ നീ ആംപ്യൂട്ടേഷൻ ആണ്. BM, ബോവൽ മൂവ്മെന്റ്, നമ്മുടെ സ്റ്റോമക്കിനകത്തുള്ള മൂവ്മെന്റ് ആണ് BMM എന്ന് പറയുന്നത്. BM ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ, ബോവൽ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ളതൊക്കെ. നെക്സ്റ്റ് BP, ബ്ലഡ് പ്രഷർ, അതൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. BP ബ്ലഡ് പ്രഷർ ആണ്. BS, ബാച്ചുലർ ഓഫ് സയൻസ്, BS ആണ് സൂചിപ്പിക്കുക. BSA, ബോഡി സർഫസ് ഏരിയ, ബോഡിയുടെ സർഫസ് ഏരിയ കാണിക്കാനായിട്ടുള്ള ഷോർട്ട് ഫോം BSA. BX, സ്മോൾ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ അപ്പൊ അതിന് ബിനും എക്സിനും വേറെ വേറെ ആയിട്ട് കൂടുതൽ ഒറ്റ വേർഡാണ് ബയോപ്സി. BX എന്നാണ് അതിന് ഉപയോഗിക്കുന്ന അബ്രിവിയേറ്റഡ് ഫോം. ആൻഡ് C ഒരു ഹൈഫൻ ഇട്ടിട്ടുണ്ട്, വിത്ത് എന്നാണ് അതിന്റെ മീനിങ്. C ഇട്ടിട്ടുള്ള ഒരു ഹൈഫൺ വിത്ത് ആണ്. C കഴിഞ്ഞിട്ട് പൊക്കത്തിൽ ഒരു 0 ഇട്ടിട്ടുണ്ട്, ഡിഗ്രി സെൽഷ്യസിനെ കാണിക്കാനാണ്. നമുക്കറിയാം 2 ഡിഗ്രി സെൽഷ്യസ് ടു 8 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ വായിച്ചതാണ് ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കണ്ടതാ. സെന്റിഗ്രേഡ്, ഡിഗ്രി സെൽഷ്യസ്, C ഇട്ടിട്ട് 0, C ചെറുതും അതിന്റെ മുകളിൽ ഒരു 0 ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട്. CA, കാൽഷ്യമിനെ സൂചിപ്പിക്കുന്നതാണ്. CA എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആകുമ്പോൾ വേറെയാണ് കേട്ടോ. സിയും ക്യാപിറ്റൽ ലെറ്ററും ഒരു സ്മോൾ ലെറ്റർ എയും കൂടി ചേരുമ്പോൾ അത് കാൽഷ്യം. അതായത് അതേസമയം സിയും അതുപോലെ എയും രണ്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആകുമ്പോൾ കാർഡിയാക് അറസ്റ്റ് എന്നാണ് അതിന്റെ മീനിങ്. കാർഡിയാക് അറസ്റ്റ് അറിയാലോ അല്ലെ, ഹാർട്ട് അറ്റാക്ക് ആണ്. ഓക്കെ, CABG നമ്മൾ കേട്ടിരിക്കുന്ന ഒരു വാർഡാണ്, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് അല്ലെ, അല്ലെങ്കിൽ ബൈപ്പാസ് ഗ്രാഫ്റ്റ്. CABG, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. കേട്ടിട്ടില്ലേ എവിടെയെങ്കിലും? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ കേട്ടോ? എവിടെ കേട്ടത്? എന്തിനാ കേട്ടത്? കേട്ടിട്ടുണ്ട്. എവിടെ കേട്ടു? CABG ആണ് കേട്ടു, പറയും. അല്ല, എവിടെ കേട്ടെന്ന് പറഞ്ഞാൽ മതി. കാർഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നതിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ CABG എന്ന് പറയുന്നത് ഒരു ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് രീതിയാണ്. നമ്മളുടെ ഹാർട്ട് അറ്റാക്സിന്റെ ഒക്കെ ആ ഒരു എന്താ പറയാ, ഹാർട്ട് അറ്റാക്സിനെ കുറയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഹാർട്ടിലേക്ക് പോകുന്ന ബ്ലഡ് ഒക്കെ വഹിച്ചുകൊണ്ട് പോകുന്ന ആർട്ടറീസിന്റെ ഭിത്തിയിൽ ഇങ്ങനെ പല ഇതൊക്കെ വന്നിട്ട് നമുക്കറിയാം കൊളസ്ട്രോൾ പോലെയുള്ള സാധനങ്ങളൊക്കെ വന്ന് അടിഞ്ഞുകൂടി ഇറ്റ് വിൽ ഫോം എ പ്ലാക്ക്, ഒരു പ്ലാക്ക് രൂപം ഫോം ചെയ്യും. അങ്ങനെ വരുമ്പോൾ അത് അങ്ങനെ അടിഞ്ഞടിഞ്ഞു കൂടി ഇറ്റ് വിൽ ബ്ലോക്ക് ദ പാസേജ് ഓഫ് ബ്ലഡ് ടു ഹാർട്ട്, ഹാർട്ടിലേക്കുള്ള ബ്ലഡിന്റെ ആ ഒരു ഒഴുക്കിനെ അതവിടെ തടസ്സം വരും. അങ്ങനെ ചെറുതായി പോകാനുള്ള വഴി ഉണ്ടാകാതെ ബ്ലഡ് പോകാനുള്ള വഴി ഇല്ലാതെ ബ്ലോക്ക് ചെയ്ത് പോകും. അവസാനം അത് മൊത്തത്തിൽ അടഞ്ഞു പോകുമ്പോൾ അവിടെ ബ്ലഡ് പാസ് ചെയ്യാതെ ഹാർട്ട് അറ്റാക്സ് ഒക്കെ, അതായത് കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെയുള്ളതൊക്കെ നേരത്തെ കൂട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആർട്ടറീസിലും ഉണ്ടായിരിക്കുന്ന ഈ പ്ലാക്സിനൊക്കെ റിമൂവ് ചെയ്യാവുന്ന ഒരു സർജറി അതാണ് കാർഡിയാക് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിനെ സൂചിപ്പിക്കുന്നതാണ് CABG. CAD, കൊറോണറി ആർട്ടറി ഡിസീസ് നമ്മൾ കേട്ടിരിക്കുന്നതാണ്. അവിടെയും നമ്മുടെ എന്താ പറയാ ഈ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ മെൻഷൻ ചെയ്ത് പറഞ്ഞിരിക്കുന്ന. അതുപോലെ CBC, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. CBC, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. അപ്പൊ ഓരോ ലെറ്റേഴ്സിനും എക്സ്പാൻഡഡ് ഫോം ഉണ്ട്. CC, ക്യൂബിക് സെന്റിമീറ്റർ. അത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വാക്കാണ് CC. സ്മോൾ ലെറ്റേഴ്സ് ആണ് രണ്ടും. ക്യൂബിക് സെന്റിമീറ്റർ.
സോറി ക്യൂബിക് സെന്റിമീറ്റർ. അടുത്തത് CC or C/C ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ചീഫ് കംപ്ലൈന്റ്. ഏറ്റവും വലിയ മുഖ്യമായ കംപ്ലൈന്റ് നമുക്കറിയാലോ, ഹോസ്പിറ്റൽസിൽ അവർക്ക് കിട്ടുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വന്നാൽ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചീഫ് കംപ്ലൈന്റ് ആണെങ്കിൽ CC എന്ന് പറയുന്ന ഒരു എന്താ പറയാ ലെറ്റേഴ്സ് ആണ് അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് ഉപയോഗിക്കുക. CCU കൊറോണറി കെയർ യൂണിറ്റ്, കൊറോണറി കെയർ യൂണിറ്റ് CCU. CHF അതെന്താ കോൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, കോൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അബ്രിവിയേറ്റഡ് ഫോം ആണ് CHF. അടുത്ത CL ക്ലോറൈഡ്, ക്ലോറൈഡിനെ സൂചിപ്പിക്കാൻ തന്നെയാണ് നമ്മൾ CL ഉപയോഗിക്കുന്നത്. CM സെന്റിമീറ്റർ, CM ക്യൂബ് ക്യൂബിക് സെന്റിമീറ്റർ, അത് രണ്ടെണ്ണം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. CCയും ക്യൂബിക് സെന്റിമീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. CNS സെൻട്രൽ നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ സൂചിപ്പിക്കാൻ CNS എന്ന് പറയുന്ന എക്സ്പാൻഡഡ് ഫോം ഉപയോഗിക്കുന്നു. ഓക്കെ, മാർക്ക് ചെയ്യാം. BBB ട്രിപ്പിൾ B മാർക്ക് ചെയ്യണം. BP ബ്ലഡ് പ്രഷർ മാർക്ക് ചെയ്യണം. BX ബയോപ്സി മാർക്ക് ചെയ്യാം. CA ക്യാപിറ്റൽ ലെറ്റേഴ്സിലെ CA ആണ് കേട്ടോ, കാർഡിയാക് അറസ്റ്റ്. CABG ഉണ്ട്, CAD ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഷോർട്ട് ഫോംസ് തന്നെയാണ്. അടുത്ത ലാസ്റ്റത്തെ സെൻട്രൽ നെർവസ് സിസ്റ്റം CNS ഒന്നുകൂടി പറയാം. BPP ഒന്നാമത്തെ, അതായത് നമ്പർ പറയാം അല്ല, 30ാമത്തെ. അടുത്തത് 34 BP, 34ാമത്തെ BP. 37 BX ബയോപ്സി. 40ാമത്തെ CA, 41ാമത്തെ CA, 40 അല്ല 41 CA. 42 42 CABG and 43 CAD and 52 CNS. ഓക്കെ ആയോ? യെസ്. അടുത്ത അബ്രിവിയേഷൻ നോക്കാം. ഓക്കെ, മാർക്ക് ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതൊക്കെ തന്നെയാണ്. അടുത്തത് C ഒരു സ്ലാഷ് ഓഫ്, കംപ്ലൈനിങ് ഓഫ് എന്നാണ്. നമ്മള് എന്താ പറയാ എന്തെങ്കിലുമൊക്കെ കംപ്ലൈനിങ്ങിനെ കുറിച്ചിട്ടൊക്കെ രേഖപ്പെടുത്തുമ്പോൾ അതിന് ഉപയോഗിക്കുന്നതായിരിക്കും C/O. രണ്ടും സ്മോൾ ലെറ്റേഴ്സ് തന്നെയാണ്, കംപ്ലൈനിങ് ഓഫ്. അടുത്തത് CO കാർഡിയാക് ഔട്ട്പുട്ട് ആണ്. കാർഡിയാക് ഔട്ട്പുട്ടിനെ സൂചിപ്പിക്കാനാണ് CO എന്ന് പറയുന്ന അബ്രിവിയേറ്റഡ് ഫോം ഉപയോഗിക്കുന്നത്. അടുത്തത് CO2 നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, CO2 കാർബൺ ഡൈ ഓക്സൈഡിനെ സൂചിപ്പിക്കുന്നതാണ്. അത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. CO2 കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. പക്ഷെ 2 ഒന്നിത്തിരി ചെറുതാക്കി എഴുതുന്നതിന് മാത്രം കുറച്ച് താഴോട്ട് ഇറക്കി എഴുതണം. അതുപോലെ തന്നെ എന്താ പറയാ കുറച്ച് എന്താ പറയാ താഴോട്ട് ഇറക്കി ചെറുതാക്കി എഴുതാം. CO2 ഇങ്ങനെയല്ലേ എഴുതാം. നമ്മള് CO2 എന്ന് എഴുതുമ്പോ ഇങ്ങനെ ഇവിടെ കാണിച്ചിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് CO2 കുറച്ച് താഴോട്ട്, ആ റൈറ്റ് സൈഡിൽ നിന്ന് കുറച്ച് ഇങ്ങനെ താഴോട്ടായിട്ടായിരിക്കും എഴുതുക. അപ്പൊ CO2നെ സൂചിപ്പിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. COLD കോൾഡ് എന്ന് പറയുന്ന സംഭവമാണ്. നമുക്കറിയാം കോൾഡ് എന്ന് പറയുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അത് ഏത് റിലേറ്റഡ് ആണെന്ന് അറിയാലോ, ലങ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് ആണ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസസ് കോൾഡ് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിന്റെ ഒരു തരം ഒരു എന്താ പറയാ ഒരു റിഫ്ലക്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. നമുക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ ജലദോഷം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം, അത് ലങ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. COLD അങ്ങനെ ആലോചിക്കുക കേട്ടോ നിങ്ങൾ. കോൾഡ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ്. COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ് ആണ്. അവിടെ ആ ഒരു അക്ഷരം മാത്രമേ മാറിയിട്ടുള്ളൂ. T എന്ന് പറയുന്ന ഒരു ലെറ്റർ അവിടെ എല്ലിന് പകരം വന്നു. പൾമിനറി ആണ് എന്താ ഉപയോഗിക്കുമ്പോൾ P വരുന്നത്. COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ് ആണ് COPD. അടുത്തത് CP ചെസ്റ്റ് പെയിൻ, കെമിക്കലി പ്യുവർ അല്ലെങ്കിൽ സെറിബ്രൽ പാൾസി ഇതൊക്കെ സൂചിപ്പിക്കാനായിട്ട് CP ആണ് ഉപയോഗിക്കുക. ചെസ്റ്റ് പെയിൻ. ഓക്കെ, CPR നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവമാണ്. എന്താണത്? കാർഡിയോ പൾമിനറി റെസിസിറ്റേഷൻ. CPR കൊടുക്കാന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. അതായത് ഹാർട്ട് അറ്റാക്സിന്റേതായ ചില സിംറ്റംസ് കാണി പെട്ടെന്ന് ഒരാള് കുഴഞ്ഞു വീഴുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ പറഞ്ഞിരിക്കുന്നത് CPR കൊടുക്കുക എന്നുള്ളത് അല്ലെ. അതൊരു നമ്മള് കൃത്രിമ ശ്വാസം കൊടുക്കുക എന്നുള്ളതാണ്. ആളെ
നമുക്ക് ആൾക്കാരുടെ ആ ഒരു ശ്വാസഗതി പെട്ടെന്ന് നിന്നു പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒറ്റ ഒരു പുഷില്, അപ്പൊ അത് പെട്ടെന്നൊന്നും വരില്ല. ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ചെസ്റ്റിലേക്ക് നമ്മുടെ കൈകൾ ഇങ്ങനെ വെക്കണം അല്ലെ, ഇങ്ങനെയൊക്കെയാണ് വെക്കുക. അതിന്റെ ഒരു പ്രത്യേക പൊസിഷൻ ഉണ്ട്, അവിടേക്ക് അമർത്തി പിടിച്ചിട്ട് നമ്മൾ പുഷ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബ്രീത്തിങ്ങും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശക്തിയായിട്ട് എയറിനകത്തോട്ട് ചെല്ലുമ്പോൾ ആൾക്ക് ആ ഒരു പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു ഫ്ലോയിൽ അത് ഓപ്പൺ ആകാനും ശ്വാസം വീണ്ടെടുക്കാനൊക്കെ പറ്റും. ഇതാണ് കാർഡിയോ പൾമിനറി റിസസിറ്റേഷൻ, CPR എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് ഉപയോഗിക്കുക. CRNA സർട്ടിഫൈഡ് രജിസ്റ്റേർഡ് നഴ്സ് അനസ്തെറ്റിസ്റ്റ് എന്നാണ്. അതായത് നമ്മളുടെ അതായത് അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്നത് എല്ലാ നഴ്സുമാർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് രജിസ്റ്റേർഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള നഴ്സസ് ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ബിക്കോസ് അതൊക്കെ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് കൃത്യമായ രീതിയിൽ കൊടുക്കാനും അതൊക്കെ മോണിറ്റർ ചെയ്യാനും ഒക്കെ പറ്റിയ നഴ്സസ് തന്നെയായിരിക്കും അത് ഹാൻഡിൽ ചെയ്യുക. അപ്പൊ സർട്ടിഫൈഡ് രജിസ്റ്റേർഡ് നഴ്സ് അനസ്തെറ്റിസ്റ്റിനെ സൂചിപ്പിക്കാൻ CRNA എന്ന ഷോർട്ട് ഫോം ആണ്, അല്ലെങ്കിൽ അബ്രിവിയേറ്റഡ് ഫോം ആണ് ഉപയോഗിക്കുക. CRT കാപ്പിലറി റീഫിൽ ടൈം കാഥോഡ് റേ ട്യൂബ്. ഓക്കെ, കാപ്പിലറി റീഫിൽ ടൈം കാഥോഡ് റേ ട്യൂബിനെ സൂചിപ്പിക്കാനാണ് എന്താ CRT എന്ന് പറയുന്ന ഷോർട്ട് ഫോം ഉപയോഗിക്കുന്നത്. CSF സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, സെറിബ്രോ C ഉണ്ട്, സ്പൈനലിന്റെ S ഉണ്ട്, ഫ്ലൂയിഡിന്റെ F ഉണ്ട് കേട്ടോ. അതങ്ങനെ എഴുതിയപ്പോ എനിക്ക് തോന്നുന്നു ഒരുമിച്ച് എന്താ പറയാ വേർഡായിട്ട് സെറിബ്രോസ്പൈനലിന്റെ ഇതിന് മാത്രമേ ഉള്ളൂ. CSF ഓരോന്നിനും വേണം സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. ഓക്കെ, CSM കാരോട്ടിഡ് സൈനസ് മെസാജ് അല്ലെങ്കിൽ സെറിബ്രോസ്പൈനൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നതൊക്കെ സൂചിപ്പിക്കാൻ CSM എന്ന് പറയുന്ന ഷോർട്ട് ഫോം ആണ് ഉപയോഗിക്കുക. CVM എന്താണ്? സെറിബ്രോവാസ്കുലർ ആക്സിഡന്റ്. CVM സെറിബ്രോവാസ്കുലർ ആക്സിഡന്റ്. CVP സെൻട്രൽ വെനസ് പ്രഷർ ആണ്, സെൻട്രൽ വെനസ് പ്രഷർ CVP. CXR ചെസ്റ്റ് എക്സ്റേ ആണ്, ചെസ്റ്റിന്റെ എക്സ്റേക്ക് സൂചിപ്പിക്കുന്ന ഷോർട്ട് വേർഡ് ആണ് CXR. ആൻഡ് D&C ഡൈലേഷൻ ആൻഡ് കുറേറ്റേജ് എന്ന് പറയുന്നതാണ് D&C. നമ്മൾ കേട്ടിരിക്കുന്ന വേർഡുകളാണ്. അതിന്റെ ഫുൾ ഫോം ഇങ്ങനെയായിരുന്നു, നമ്മൾ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. D&C മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. ഡൈലേഷൻ ആൻഡ് ക്യൂറേറ്റേജ് എന്ന് പറയുന്നത്. അടുത്ത D/C ആണ്, ഡിസ്കണ്ടിന്യൂ ചെയ്യുക. മഴ മെഡിസിൻ ഒക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്യാനൊക്കെ ചിലപ്പോൾ എന്താ പറയാ പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് D/C ഉപയോഗിക്കും. അത് D&C വായിക്കാൻ പാടില്ല കേട്ടോ. DIFF ഡിഫറൻഷ്യൽ, അതെന്താ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായത് അതിനെ കാണിക്കാൻ ഷോർട്ട് ആയിട്ട് എഴുതുന്ന വേർഡ് ആണ് DIFF. DIG ഡിഗോക്സിൻ എന്നാണ്, ഡിഗോക്സിൻ DIG. DM അത് ഡയബറ്റീസ് മെലിറ്റസ്, ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്ന രണ്ട് വേർഡുകളെ സൂചിപ്പിക്കാനാണ് ഡിയും എമ്മും, ഡയബറ്റീസ് മെലിറ്റസ്. DOA ഡെഡ് ഓൺ അറൈവൽ, എത്തിച്ചേരുമ്പോഴേക്കും ഏതെങ്കിലും രോഗി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് സമയത്ത് മരണപ്പെട്ടിരുന്നു അല്ലെങ്കിൽ മരണം സംഭവിച്ചതാണെങ്കിൽ അതിനെയാണ് ഡെഡ് ഓൺ അറൈവൽ, വരുന്ന വഴിക്ക്. DOE ഡിസ്പീനിയ ഓർ എക്സേഷൻ, ഡിസ്പീനിയ എന്ന് പറയുന്ന ഓൺ എക്സേഷൻ എന്ന് പറയുന്നത് സൂചിപ്പിക്കാനാണ് DOE ഉപയോഗിക്കാം. DON ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ആണ്, ഡയറക്ടർ ഓഫ് നഴ്സിംഗ് DON. ഡിയും എന്നും ഓർത്താൽ മതി, ഓഫ് നമുക്കറിയാലോ. അപ്പൊ ഇനി മാർക്ക് ചെയ്യാം, പറയുന്നത് മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, CO2 മാർക്ക് ചെയ്യാം കേട്ടോ. CO2. അടുത്തത് COLD, COLD, COPD, COPD. Next CPR, CPR. Next one CVP, CVP central venous pressure, CVP. D&C, D&C and DOA dead on arrival, DOA. DON director of nursing, DON. 8 വേർഡ്സ് ആണ് നമ്മൾ ടിക്ക് ചെയ്തിരിക്കുക.
നോക്കിയേ. എട്ടനുണ്ടോ? ഒന്നുകൂടി വായിക്കാം. 55 CO2, 56 COLD, 57 COPD, 59 CPR, 65 CVP, 67 DNC, 72 DOA and 74 DON. എന്താണോ? മാർക്ക് ചെയ്തോ? ഓക്കെ. അടുത്തത് അടുത്ത നോക്കാം. DOS, ഡെഡ് ഓൺ സീൻ. DOS, ഡെഡ് ഓൺ സീൻ. കണ്ടതിന് ശേഷമുള്ള മരണം. പേഷ്യൻസിനെ ഡോക്ടർക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന മരണം ഡെഡ് ഓൺ സീൻ ആണ്. എന്താ പറയാ, DPT, ഡിഫ്തീരിയ, പെർtussis ആൻഡ് ടെറ്റനസ് ടോക്സിൻസ് വാക്സിൻ. DPT ഒരു തരം വാക്സിൻ ആണല്ലോ കൊടുക്കുന്നത് അല്ലെ. ഡിഫ്തീരിയ, പെർtussis ആൻഡ് ടെറ്റനസ് ടോക്സോയിഡ്സ് വാക്സിൻ ആണ്. അതിന് ഉപയോഗിക്കുന്ന ഷോർട്ട് ഫോം DPT ആണ്. DSD, ഡ്രൈ സ്റ്റെറൈൽ ഡ്രസ്സിംഗ് ആണ്. ഇത് ഡ്രൈ ആയിട്ട് സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള ഡ്രസ്സിംഗ് രീതി DSD. DTAP, അത് എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് കേട്ടോ. DTAP എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ഡിഫ്തീരിയ, ടെറ്റനസ് ടോക്സോയിഡ്സ് ആൻഡ് ആസിസിലോക്കുലർ പെർtussis വാക്സിൻ. അതിനെ സൂചിപ്പിക്കാനാണ് DTAP. ലെറ്റേഴ്സ് ഉണ്ട്, ഡിക്കും പിക്കും അതുപോലെ AP. ഇതിനെല്ലാം കൂടി ഓരോ അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. അടുത്ത DTP മാത്രമേ ഉള്ളൂ. ഡിഫ്തീരിയ, ടെറ്റനസ് ടോക്സോയിഡ്സ് ആൻഡ് പെർtussis വാക്സിൻ. നേരത്തെ പറഞ്ഞത് തന്നെ DTP അല്ലെ. അത് 2 പ്രാവശ്യം വന്നതാണോ? അടുത്ത DTS, ഡെലീറിയം ട്രെമൻസ്. ഡെലീറിയം ട്രെമൻസ് നമുക്ക് ആവശ്യമുള്ളത് മാർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. DVT എന്താണ്? ഡീപ്പ് വെനസ് ട്രോംബോസിസ്. ഡീപ്പ് വെനസ് ട്രോംബോസിസിനെ സൂചിപ്പിക്കാൻ DVT. അടുത്തത് D5, അതുപോലെ തന്നെ W. അതായത് ഒരു 5 ആണ്, ടെക്സ് അല്ലാതെ D5 ഇട്ടിട്ട് W ഇട്ടിട്ടുണ്ട്. എക്സ്ട്രോസ് 5% ഇൻ വാട്ടർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 5% ഡെക്സ്ട്രോസ് ഇൻ വാട്ടർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് D5W എഴുതിയിരിക്കുന്നത്. അടുത്ത DX, ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് DX. ECG നമുക്ക് കേട്ടിരിക്കുന്ന ഒരു പരിചയമുള്ള വാക്ക് തന്നെയാണ്. ഇലക്ട്രോ കാർഡിയോഗ്രാം ഉപകരണമാണ് ECG എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ഹാർട്ടിന്റെ ആ ഒരു ഇത് റീഡ് ചെയ്യാനും അത് റീഡ് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളത് ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. ED, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. ED, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. EDC, എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്. എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ് എന്നതിനെ സൂചിപ്പിക്കാൻ EDC ഉപയോഗിക്കുന്നു. EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഇലക്ട്രോ എൻസെഫലോഗ്രാം സൂചിപ്പിക്കാൻ EEG. ഓക്കെ. EG നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് തന്നെ. ഫോർ എക്സാമ്പിൾ EKG, ഇലക്ട്രോ കാർഡിയോഗ്രാം തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. EKGയും ECGയും ഇലക്ട്രോ കാർഡിയോഗ്രാമിനെ സൂചിപ്പിക്കാനുള്ള അബ്രിവിയേറ്റഡ് ഫോം ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ENT അറിയാവുന്നതാണ്, ഇയർ നോസ് ത്രോട്ട്. ER, എമർജൻസി റൂം ആണ്. ET, എൻഡോട്രാക്കിയൽ ട്യൂബ്. എൻഡോട്രാക്കിയൽ ട്യൂബ് അതിനെ സൂചിപ്പിക്കാനാണ് ET. ETA, എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ. എത്തിച്ചേർന്ന ഏകദേശ സമയം. എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ ETA. ETOH, എത്തൈൽ ആൽക്കഹോൾ. ETOH, എത്തൈൽ ആൽക്കഹോളിനെ സൂചിപ്പിക്കാനുള്ള ഷോർട്ട് ഫോം ആണ്. ETT വീണ്ടും എൻഡോട്രാക്കിയൽ ട്യൂബ് തന്നെ. അത് റിപ്പീറ്റ് ചെയ്ത് ETന്നോ ETTന്നോ ഉപയോഗിച്ചാലും എൻഡോട്രാക്കിയൽ ട്യൂബ് തന്നെയാണ് രണ്ടും. അടുത്ത ഡിഗ്രി ഫാരൻഹീറ്റിനെ സൂചിപ്പിക്കാനാണ് ഒരു 0 മോളിൽ ഇട്ടിട്ട് F ഇട്ടിരിക്കുന്നത്. ഡിഗ്രി ഫാരൻഹീറ്റ്, ഡിഗ്രി സെൽഷ്യസ് പോലെ ഡിഗ്രി ഫാരൻഹീറ്റും ഉണ്ട്. 2 രീതിയിലുള്ള തെർമോമീറ്റേഴ്സ് ഒക്കെ ഉണ്ട്, നമുക്കറിയാം. അതിൽ ഒരെണ്ണം മെഷർ ചെയ്യുന്നത് ഡിഗ്രി സെൽഷ്യസിൽ, ഒരു ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അതിനെ സൂചിപ്പിക്കുന്നതാണ് 0 ഇട്ടിട്ട് F ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, മാർക്ക് ചെയ്യാം കേട്ടാ. DOS ഒന്നാമത്തെ, അതായത് 75th 75ാമത്തെ. DPT,
DPTയും DTPയും രണ്ടും ഒരുപോലെ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടും ഉണ്ട്. അപ്പൊ അത് രണ്ടിനും ഒരു ഇത് തന്നെയാണ് കേട്ടോ, ഫുൾ ഫോം തന്നെയാണ് വരിക. അതുപോലെ തന്നെ വേറെ ഒരെണ്ണോടി റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഒരേപോലെ തന്നെ EKGയും ECGയും, ഇലക്ട്രോ കാർഡിയോഗ്രാം. അതുകൊണ്ട് അത് രണ്ടും മാർക്ക് ചെയ്യാം, EKG ECG. വീണ്ടും ETTയും ETയും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, അതുകൊണ്ട് അതും മാർക്ക് ചെയ്യാം. ETTയും ETയും രണ്ടും എൻഡോട്രക്കിയൽ ട്യൂബിനെ സൂചിപ്പിക്കാനുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഡിഗ്രി ഫാരൻഹീറ്റ്. ഡിഗ്രി ഫാരൻഹീറ്റ് 75, 76, 79, 84, 89, 92, 95, 96. അതിൽ രണ്ടെണ്ണം വീതം എന്താ പറയാ റിപ്പീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ, ഒരേപോലെ മാർക്ക് ചെയ്തോ. എത്ര മാർക്ക് ചെയ്തു? എത്ര മാർക്ക് ചെയ്തു? 8. എല്ലാവരും എത്ര മാർക്ക് ചെയ്തു നോക്ക. കിട്ടിയോ 8? ഓക്കെ. അടുത്ത് നോക്കാം. അടുത്ത FiO2 എന്നാണ്. FiO2. O2 എന്ന് പറയുമ്പോൾ 2 താഴെയാണ്, ഓക്സിജന്റെ 2 ആണ് വന്നേക്കണേ. O ഇട്ടിട്ട് താഴെ 2. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഞാൻ കാണിച്ചതില്ലേ, അതുപോലെ O ഇട്ടിട്ട് താഴെ 2 ആണ്. ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ എന്നാണ്. ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജനെ സൂചിപ്പിക്കാൻ FiO2. O2 എന്ന് പറയുന്നത് താഴെയാണ്. FBS ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. നമ്മൾ ഫാസ്റ്റ് ചെയ്തിട്ട് ബ്ലഡിന്റെ ഷുഗർ ലെവൽ ബ്ലഡിന്റെ ഷുഗർ ലെവൽ പരിശോധിക്കാനായിട്ട് കൊടുക്കാറുണ്ട്. ഫാസ്റ്റിംഗിലും കൊടുക്കും, അതുപോലെ ഭക്ഷണത്തിന് ശേഷവും നമ്മൾ എടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ. FBS ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണ്. FE അയേൺ. അത് നമ്മൾ സാധാരണ കെമിസ്ട്രിയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. FE എന്ന് പറയുന്നത് അയേണിനെ സൂചിപ്പിക്കാണ്. FHR എന്താണ്? FHR ഫെറ്റൽ ഹാർട്ട് റേറ്റ് ആണ്. ഫെറ്റൽ ഹാർട്ട് റേറ്റിനെ സൂചിപ്പിക്കാണ് FHR ഉപയോഗിക്കാം. അതുപോലെ തന്നെ വേറെ കൂടി FHT ഉണ്ട്. ഫെറ്റൽ ഹാർട്ട് ടോൺസ് ഉണ്ട് കേട്ടോ. റേറ്റ് R ആണെങ്കിൽ റേറ്റ്, T ആണെങ്കിൽ ടോൺസ്. FHX ഫാമിലി ഹിസ്റ്ററിയെ സൂചിപ്പിക്കാറുണ്ട്. എന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഡോക്ടേഴ്സിന് ചിലപ്പോ എന്തെങ്കിലും ഫാമിലി ഹെറിഡിറ്ററി ആയിട്ടൊക്കെ ചില അസുഖങ്ങളൊക്കെ ഇങ്ങനെ വരുമല്ലോ. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരങ്ങനെ അവിടെ ബ്രാക്കറ്റൊക്കെ എടുത്ത് നോട്ട് ചെയ്ത് വെക്കും. FHX എന്ന് സൂചിപ്പിച്ചാൽ അപ്പൊ നമ്മൾ ഓർത്തോളം ഇത് നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിലുള്ള ആർക്കെങ്കിലും ഇതുപോലെയുള്ള അസുഖം ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് അതങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നതാണെന്ന്. ഓക്കെ. അടുത്ത FL എന്താണ്? ഫെമറ്റോലിറ്റർ. ഫെമറ്റോലിറ്റർ എന്ന് പറയുന്നതാണ് FL. FLഉം FLDയും ഒക്കെ ഫ്ലൂയിഡിനെ സൂചിപ്പിക്കാനാണ്. FL എന്നോ FLD എന്നോ സൂചിപ്പിച്ചാൽ അത് ഫ്ലൂയിഡ് ആണ്. FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. FSH ആണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. FX ഫ്രാക്ചർ ആണ്. G ഗ്രാം ആണ്. അതൊക്കെ നേരത്തെ ഉള്ളതാ. GB ഗാൾ ബ്ലാഡർ ആണ് കേട്ടോ. GB ഗാൾ ബ്ലാഡർ. അടുത്തത് GI ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ. നമുക്ക് ആവശ്യമുള്ളതാണ്. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ. നമ്മള് ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ കേട്ടിട്ടുണ്ട്. GM ഗ്രാം. GR ഗ്രെയിൻ. ഗ്രെയിൻ ആണ് GR. GSW ഗൺ ഷോട്ട് വൂണ്ട്. ഇങ്ങനെ പെട്ടിയൊക്കെ കൊണ്ടിട്ടൊക്കെ വരൂല്ലേ മുറിവായിട്ട്. GSW എന്ന് എഴുതി വെക്കുക അവരത്. എന്താണ്? ഗൺ ഷോട്ട് വൂണ്ടാണ്. GTT എന്ന് പറഞ്ഞാൽ ഡ്രോപ്സ്, തുള്ളി തുള്ളിയായി. GTT ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. അത് വേറെയുണ്ട്, പക്ഷെ അത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് GTT ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുമ്പോഴും GTT സ്മോൾ ലെറ്റേഴ്സിൽ അതിന്റെ അർത്ഥമാണ് ഡ്രോപ്സ് എന്ന്, അല്ലാതെ അതിന്റെ എക്സ്പാൻഡഡ് ഫോം അല്ല. GU ജെനിറ്റോറിനറി എന്നാണ്. എന്താണ്? ജെനിറ്റോ യൂറിനറി എന്ന് പറയുന്ന വേർഡിനെ സൂചിപ്പിക്കാൻ GU. ജെനിറ്റോ എന്ന് പറയുന്ന ഒരു വേർഡും യൂറിനറി എന്ന് പറയുന്ന മറ്റൊരു വേർഡ്. അത് രണ്ടുമാണ് GU.
GYN ഗൈനക്കോളജിയുടെ ഷോർട്ട് ഫോം GYN എന്നാണ്. നമ്മൾ പക്ഷെ ഗൈനക് എന്നൊക്കെ പറഞ്ഞ് GYNEC എന്നൊക്കെ ചേർക്കും അല്ലെ. GYN എന്ന് എഴുതുമ്പോൾ തന്നെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആയി. H അവർ ആണ്, മണിക്കൂർ അവർ. H ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഹൈപ്പോഡെർമിക് എന്ന് പറയുന്നത് സൂചിപ്പിക്കാനാണ് H ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വന്നു മാത്രമേ ഉള്ളൂ, രണ്ടൊന്ന് തന്നെ. H ബ്രാക്കറ്റിൽ ഇട്ടാലും വെറുതെ H എഴുതിയാലും ഹൈപ്പോഡെർമിക് എന്ന് തന്നെയാണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട് വരാം. മാർക്ക് ചെയ്യാം. ഒന്നാമത്തത് ഒന്നാമത്തെ അല്ല, 98ാമത്തെ FBS ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. അടുത്തത് FHR ഫൈറ്റൽ ഹാർട്ട് റേറ്റ്. പിന്നെ FLDയും FLDയും FLും രണ്ടും വേണം കേട്ടോ. അത് രണ്ടും എന്താ പറയാ ഫ്ലൂയിഡിനെ സൂചിപ്പിക്കേണ്ട, അതുകൊണ്ട് അത് രണ്ടും എഴുതിക്കോ. രണ്ടും ടിക്കില്ല. GB ഗോൾ ബ്ലാഡർ, GI ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ, ഗൺഷോട്ട് വൂണ്ട് GSW, GYN ഗൈനക്. അത്ര മതി. എത്ര ഉണ്ട്? വീണ്ടും എത്ര എണ്ണം? 8 എണ്ണം തന്നെ. യെസ് റൈറ്റ്, 8 എണ്ണാണ് FBS. FLും FDയും ഉണ്ട്. GB GI GSW GYN. ഓക്കെ, ഒരു പേജ് കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അപ്പോഴേക്കും നമ്മളുടെ സമയവുമാകും, നമുക്കതൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, H ആൻഡ് H അടുത്ത അബ്രീവിയേഷൻ H ആൻഡ് H ആണ്. ഹീമോഗ്ലോബിൻ ആൻഡ് ഹെമോട്രോക്രിറ്റ്. ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്നതും ഹീമോഗ്ലോബിനും, അതാണ് H ആൻഡ് H പറഞ്ഞേക്കണേ. H ആൻഡ് P ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ. ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ ആണ് H ആൻഡ് P. H/A ഹെഡേക്ക് എന്നാണ്. H/A ഹെഡേക്ക് ആണ്. HB അറിയാലോ, HB എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ, നമ്മുടെ ബ്ലഡിന്റെ ലെവലാണ് HB. HCT ഹെർമറ്റോക്രിറ്റ് എന്ന് പറയുന്ന വേർഡാണ് സൂചിപ്പിക്കുക. HCT ഹെർമറ്റോക്രിറ്റ്. HG മെർക്കുറി ആണ്. HGB ഹീമോഗ്ലോബിൻ. നേരത്തെ HBയും പറഞ്ഞു, അത് തന്നെയാണ് HGBയും വരെ ഹീമോഗ്ലോബിൻ. പിന്നെ HH അതിനകത്ത് സ്ലാഷോ അതുപോലെ വേറെ ഒന്നുമില്ല. HH ഹൈറ്റൽ ഹെർണിയ. ഹെർണിയ നമുക്കറിയാലോ, HH ഹൈറ്റൽ ഹെർണിയ ആണ്. HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. HIV എന്ന് പറഞ്ഞു, അത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അറിയാം. H2O ഇറ്റ്സ് വാട്ടർ, വാട്ടർ ആണ്. H2O2 ഹൈഡ്രജൻ പെറോക്സൈഡിനെ സൂചിപ്പിക്കാനാണ് H2O2 ഉപയോഗിക്കുക. ആ 2 ഒക്കെ താഴ്ത്താണ് കേട്ടോ. H2O2 H കഴിഞ്ഞ് 2 താഴെ, O കഴിഞ്ഞ് 2 താഴെ. H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. HPI ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ്, ഇപ്പോഴത്തെ രോഗത്തിന്റെ ആ ഒരു ഹിസ്റ്ററി, അതാണ് HPI. HR നേരത്തെ വെറും H പറഞ്ഞു, അവർ അവരെ സൂചിപ്പിക്കാൻ. HS അറ്റ് ബെഡ് ടൈം എന്നാണ്, ബെഡിലേക്ക് പോകുന്ന സമയം, ബെഡിലേക്ക് നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയം. HTN HPN അതൊക്കെ ഹൈപ്പർ ടെൻഷനെ സൂചിപ്പിക്കാൻ. HTN ഉം HPN ഒക്കെ നമ്മൾ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അത് HX ഹിസ്റ്ററി ആണ്. അതുപോലെ ഹേർട്സ് HZ ഹേർട്സ് ആണ്. ആവശ്യമുള്ളത് നമുക്ക് മാർക്ക് ചെയ്യാലോ. I and O ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് ആണ്. ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് I and O എന്നാണ് സൂചിപ്പിക്കുക. IC ഇൻട്രാകാർഡിയാക് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ഇറിറ്റബിൾ കോളൻ എന്നൊക്കെ അർത്ഥമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഉണ്ട്. ഇൻട്രാകാർഡിയാക് അങ്ങനെയാകാം, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ആകാം, ഇറിറ്റബിൾ കോളൻ ഒക്കെ അതിന് IC ആണ് ഉപയോഗിക്കുക. എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അത് ഡോക്ടേഴ്സ് അവർ എങ്ങനെ ഇത് ഇന്നതാണോ എന്ന് അവരെങ്ങനെ സൂചിപ്പിക്കും, അത് അവരുടേതായ രീതിയിലാണ്. ICP ഇൻട്രാക്രാനിയൽ പ്രഷർ ആണ്. ICP ഇൻട്രാക്രാനിയൽ പ്രഷർ ICP ആണ് സൂചിപ്പിക്കുക. ICU നമുക്ക് ഫെമിലിയർ ആണ്, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്. IDDM ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ്. ഇത് ഇൻസുലിൻ കുത്തിവെച്ചിട്ട് അങ്ങനെ സർവൈവ് ചെയ്യുന്നവരാണ്. ഷുഗർ ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഇൻസുലിൻ എടുക്കുന്ന ആളുകൾ. ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ്, ഇൻസുലിനെ പുറത്തുനിന്ന് കൊടുത്ത് ഡിപെൻഡ് ചെയ്ത് നിൽക്കുന്ന ഷുഗർ പേഷ്യൻസ്. IM ഇൻട്രാമെസ്കുലർ ആണ്. ഇൻട്രാമെസ്കുലറിനെ സൂചിപ്പിക്കാൻ IM എന്നാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യേണ്ടത് രണ്ടാമത്തെയാണ് കേട്ടോ. 122 H and P H/A
HBയും അതുപോലെ തന്നെ HGBയും രണ്ടും ഹീമോഗ്ലോബിനെ സൂചിപ്പിക്കുന്ന, അതുകൊണ്ട് അത് രണ്ടും മാർക്ക് ചെയ്യണം. HGBയും അതുപോലെ HBയും. HIV മാർക്ക് ചെയ്യാം. H2O മാർക്ക് ചെയ്യാം. HTN ഹൈപ്പർ ടെൻഷൻ. നെക്സ്റ്റ് വൺ ICU അറിയാവുന്ന വേർഡാണ്. IDDM അതറിയണം നമ്മള്. അത്രയും IDDM വരെ. ഓക്കെ, വായിക്കാം. 122, 122, 123, 124, പിന്നെ 127, പിന്നെ 129, 130, 135, 141 and 142. Yes, 9 മാർക്ക് ചെയ്തോ? അതൊക്കെ ഓരോന്ന് ഈ നമുക്ക് അബ്രീവേഷൻ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. മീനിങ്സിനാണ് ഇച്ചിരി ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ തന്നെ തോന്നുക. നിങ്ങൾ അതനുസരിച്ച് അതിന് ഇച്ചിരി സമയം എടുത്ത് നിങ്ങൾ പഠിക്കാൻ നോക്കുക. മോക്ക് ടെസ്റ്റുകൾ തരുന്ന ചോദ്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളോട് മാർക്ക് ചെയ്ത് ഇന്ന ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറയുന്നതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, അത്ര ഞാൻ എടുക്കുന്നുള്ളൂ. ഇന്നിപ്പോ അടുത്ത ദിവസം നമുക്ക് ബാക്കി എടുക്കാം. കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയല്ലല്ലോ അല്ലെ? ഇല്ലാതെ തന്നെ 3-4 പേജില് നമുക്ക് വായിച്ച് പറയേണ്ടത് വായിച്ച് തന്നെ വെറുതെ എടുക്കണമല്ലോ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വായിച്ച് ഇരിക്കാം. ടീച്ചർ വരും. ടീച്ചർ വന്നിട്ട് ടീച്ചറുടെ ക്ലാസ് ഉണ്ട് കേട്ടാ. നമ്മുടെ വാഹിദ മിസ്സിന്റെ ക്ലാസ് അല്ലേ? സോളി മിസ്സും ആയിരുന്നു. സോളി മിസ്സിന് പകരമാണ് ഇപ്പൊ ഞാൻ കയറിയത്. മിസ്സിന് വയ്യാണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മിസ് വരും കേട്ടോ. പോകരുതേ. ഓക്കെ, ബൈ. സീ യു. Thank you, ma'am. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണണം കേട്ടോ. Thank you, ma'am. ഓക്കെ.